വായിപ്പിക്കാൻ വേണ്ടിയെ കൊണ്ടത്. വേറെ പല കിതാബുണ്ട്. കോക്കസേരെ കൊണ്ട് വായിപ്പിക്കാൻ സലാസുല്ലുമിന്റെ ബുക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെ റെഡിയാ. എന്ത് നിങ്ങൾ വരായിരുന്നത്? നാണമുണ്ടോ നിങ്ങൾക്ക് ദാരിമികളെ? ഇനി നിങ്ങൾക്ക് ഇവിടെ തല നോർത്തി നന്ദിയങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റുമോ? നിങ്ങൾ ആദർശം നാറുന്നു, ചീഞ്ഞ് നാറുന്നു എന്ന് ഈ ജനങ്ങൾ പറയില്ലേ? നിങ്ങൾ ആരെയാ പേടിപ്പിച്ചത്? നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളെ ഇനി തെളിവില്ലാന്നാ? ഞങ്ങൾ വെറുതെ ഇങ്ങനെ ജിന്നു ചെയ്താനും പറഞ്ഞ് നടക്കണമെന്നാ വിചാരിച്ചത്? കോക്കസേര് പറഞ്ഞു, എവിടെ പോയി അനസിനെ താങ്ങിയവർ? ഇവിടെ ഉണ്ടല്ലോ കുറെ ആളുകള് നന്ദിയില്. അനസിനെയും അനീഫയും കൊണ്ടുവന്ന 3 സംഘം സക്കരിയ സലാഹിക്കിന് തൗഹീദ് പറയാൻ, സുന്നികളെ മുമ്പിൽ നിൽക്കാൻ ചങ്കൂറ്റം ഉണ്ടാവുകയില്ല, നിങ്ങൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ എത്ര മുഖാമുഖം നടത്തി? ആൺകുട്ടികളെ പോലെ മുഖാമുഖം നടത്താൻ കഴിയുന്നുണ്ടോ? നിങ്ങള് കാളമൂത്രം പോലെ പ്രസംഗിച്ചിട്ട് അവസാനം അരമണിക്കൂർ എടുക്കും. ആ സമയം കഴിഞ്ഞു പറഞ്ഞാണ്ട് ആള് സ്വീപ്പാക്കലല്ലേ? ഞങ്ങൾ വ്യക്തമായി എത്ര മുഖാമുഖം നടത്തി, എത്ര സംവാദം നടത്തി. ഞങ്ങൾ ഒരുങ്ങി തന്നെയാ വന്ന്. പക്ഷേ ഞങ്ങൾ നിരാശപ്പെട്ട് തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ കെ വിഭാഗത്തിലെ മുതഅല്ലിമീങ്ങളോട്, അതുപോലെ മുസ്ലിയാക്കന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ കാര്യം അബദ്ധമാണ്. അവർക്ക് യാതൊരു തെളിവുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവരെ കാര്യം അപകടമാണ്. SKSSF ഞങ്ങൾ ഔദ്യോഗികമായി കത്ത് വന്നിട്ട് നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ വരണം, നിങ്ങൾക്ക് വേണ്ടിയാ ശനിയാഴ്ച ആക്കിയത്. അങ്ങനെ നിങ്ങൾ ക്ഷണിച്ചു. ഞങ്ങൾ വളരെ സൗഹൃദത്തിലുള്ള ആളുകളാ. ഫൈസലായിട്ടൊക്കെ എപ്പോഴും സംസാരിക്കുന്ന അവിടുത്തെ ദാറുസലാമിലെ കുട്ടികൾ. നിങ്ങൾ വരണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, നിങ്ങളെ കയ്യിൽ തെളിവില്ല. നിങ്ങളിപ്പോ AP സുന്നിയുടെ മുടിമെന്ന് കൂടി വെക്കുക. നിങ്ങൾ ഓലും മുടിയാണ്, നിങ്ങൾ മുടിന്റെ വെള്ളം വിറ്റ 25,000 മുടി മുക്കിയ വെള്ളം. അത് വെല്ലൂരിലെ മുടിയാണ്, സനത്തുള്ള മുടിയാണ്. വെറുതെ എന്തെങ്കിലും പറയല്ല. ആരാ പറഞ്ഞത്? നമ്മളെ റഹ്മത്തുല്ലാ ഖാസിമി. അയാളിപ്പോ എവിടെ? സമസ്തയിൽ നിന്ന് ഔട്ട്. എന്താ കാരണം? തീജാനി തരീക്കത്തേക്ക് പോയിത്രേ. അതിന്റെ സ്ഥലത്ത് നിങ്ങളൊന്ന് വായിക്കോ. ഇവിടെ നിങ്ങളിപ്പോ AP നിരങ്ങാൻ നടക്കണ്ടല്ലോ. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ വെല്ലൂരത്തെ സനത്? റസൂലിൽ നിന്ന് നിന്നെ സഹാബിക്ക് കിട്ടി, ആ സഹാബി നിന്നെ താബിക്ക് കിട്ടി, അവിടുന്ന് താബിക്ക് കിട്ടി. അങ്ങനെ വെല്ലൂരിലെത്തുന്നത് വരെയുള്ള സനത് വായിക്കാൻ ഈ കെ വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അപ്പോൾ അതിന്റെ വെള്ളം വിറ്റിട്ടല്ല നടക്കുന്നത്. നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്ക് സംവാദത്തിനും കഴിയില്ല, നിങ്ങൾക്ക് മുഖാമുഖത്തിനും കഴിയില്ല. പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട്, ഒടച്ച മൂരി. ഒടച്ചെന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാവുമല്ലോ അല്ലേ? പശുവിനെ കണ്ടങ്ങനെ കൂടി വെക്കും, ഒന്നും സാധിക്കൂല. കാണുന്നവര് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കാള് പോന്നു, ഒന്നും കാട്ടൂല. ആ അവസ്ഥയാണ് ഈ കെ വിഭാഗമേ നിങ്ങൾ അവസ്ഥ എന്ന് പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതിനൊക്കെ നടക്കുന്നത്. അത് ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. നിങ്ങൾ വരും വിചാരിച്ചാ ഞങ്ങൾ ഇത്ര മെനക്കെട്ട് വന്നത്. ജബ്ബാർ മൗലവി വേറെ, സക്കരിയ സലാഹി വേറെ, ഫൈസൽ മുസ്ലിയാർ വേറെ, അതൊക്കെ അങ്ങനെ അവർക്ക് പറഞ്ഞ് ഞങ്ങൾ 3 ആൾ ഇതാ വന്നിരിക്കുന്നു. ജബ്ബാരിയൻ തൗഹീദ്. അപ്പൊ ഫൈസൽ മുസ്ലിയാർ തിരിച്ചടിച്ചു, അതെ അബ്ദുൽ ജബ്ബാർ മൗലവിന്റെ തൗഹീദ് അല്ല, ജബ്ബാറായ അള്ളാഹുവിന്റെ തൗഹീദാണ്. നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞങ്ങൾ ആദർശത്തിൽ ആത്മവിശ്വാസമുള്ളവരാണ്, തെളിവിന്റെ പിൻബലത്തിൽ അതിലുള്ള യഖീനുള്ളവരാണ്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് റബ്ബിന്റെ സഹായമാണ്. ഞങ്ങളാരും യോഗ്യത കൊണ്ടല്ല, ഞങ്ങളാരും അത്ര യോഗ്യത ഉള്ളവരുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ സഹായമാണ്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിച്ചാൽ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞ ആയത്ത് അത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അള്ളാന്റെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സഹായത്തിലുള്ള പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സഹായത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പടച്ചവനെ, ഈ ആദർശത്തിന് തെളിവില്ലെന്ന് ഞങ്ങൾ പാവപ്പെട്ട സാധുക്കളായ കഴിവ് കുറഞ്ഞ ഞങ്ങളുടെ ഈ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തോന്നിപ്പോയാൽ പടച്ചവനെ ഞങ്ങൾ അതിന് ഉത്തരവാദികളാകുമല്ലോ. അതുകൊണ്ട് ഞങ്ങളെ കഴിവ് കേടുകൊണ്ട് ഈ ആദർശത്തിന് തെളിവില്ലെന്ന് തോന്നിപ്പിക്കല്ല റബ്ബേ. അതുകൊണ്ട് എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് നീ ഓർമ്മിപ്പിച്ചു തരണേ, എല്ലാ ആയത്തും എല്ലാ ഹദീസും ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. ഞങ്ങൾ ആരെയും തോൽപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുന്നതല്ല. തെളിവും ന്യായവും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വരാത്തത് എന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും അഹങ്കാരത്തിന്റെ സ്വരം അവസാനിപ്പിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കുവാനും നിങ്ങൾ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ പരലോകം രക്ഷപ്പെടുള്ളൂ. നമ്മളെല്ലാവരും പരലോകത്തിന്റെ കാര്യ.
ഇപ്പൊ പല ഭാഗത്തും ആളുകളോട് വന്നിരിക്കുന്നത് എന്തെല്ലാം ജോലിയുള്ള മനുഷ്യന്മാരാ. എന്താ ഇനിയിപ്പോ അവരൊക്കെ വീട്ടിൽ തിരിച്ചെത്തും വെച്ചപ്പോ 2 മണി 3 മണി അല്ലേ, ചില ആളൊക്കെ നേരം വെളുക്കും എത്താൻ. അങ്ങനെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നതിനാ പരലോകത്ത് കൂലി കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ആ ഒരു ഉദ്ദേശ ശുദ്ധി നിങ്ങൾ മാനിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പരിശുദ്ധ തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അവസാന ശ്വാസം തൗഹീദിൽ ലയിക്കണം. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗത്തിൽ കടക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരെങ്കിലും മരിച്ചു പോയാൽ അയാൾ സ്വർഗത്തിൽ കടക്കും. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നായികക്ക് 40 വട്ടം പറഞ്ഞിട്ടും കാര്യമില്ല, സ്ഥാനത്തും അസ്ഥാനത്തും അത് ഉച്ചരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ആശയം എന്താണെന്ന് പഠിക്കണം. അത് ഉച്ചരിച്ചാൽ നമ്മളിൽ വന്നു ചേരുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ നേർവിപരീതമായ ശിർക്ക് എന്താണ് അത് പഠിക്കണം, അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ആ ഫോക്കസുകാരോട് പറയാനുള്ളത്, നിങ്ങൾ ആ ചാവി അവിടെ കൊണ്ടുപോയി കൊടുക്കുക ദാറുസ്സലാമിൽ. എന്നിട്ട് നിങ്ങൾ രണ്ടൂട്ടരും ഒന്നായിട്ട് അല്ലെങ്കിൽ ഓലോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് ആ പള്ളി നിങ്ങൾ നടത്തുക. ഈ ആരോപണം നിങ്ങൾ അവസാനിപ്പിക്കുക. ഏതായിരുന്നാലും ഇവിടെ വരാനും ഈ ആദർശത്തിന്റെ വിജയം, ഈ ആദർശത്തിന്റെ സത്യത ഈ നാട്ടിലെ നിഷ്പക്ഷരായ ആളുകളെ മുമ്പിൽ ബോധ്യപ്പെടുത്താനും തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹുവെ, നിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ, നിന്റെ ദീനിന്റെ ആദർശത്തെ ഉയർത്തിക്കാണിക്കാൻ എളിയവരായി ഞങ്ങൾക്ക് ഇനിയും നീ തൗഫീഖ് നൽകണമേ. അറിവില്ലാതെ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളും റഹ്മാനായ റബ്ബേ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله. സഹോദരങ്ങളെ, ഇവിടെ വടകരയിലും കോഴിക്കോടുമെല്ലാം നല്ല സൗകര്യമുള്ള ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിട്ടും നമ്മൾ ഈ തീരെ സൗകര്യം കുറഞ്ഞ ഇവിടെ തന്നെ പരിപാടി വെക്കാൻ കാരണം നന്ദിയിലെ കുട്ടികളെ ഉദ്ദേശിച്ച് മാത്രമാണ്. നന്ദി ദാറുസ്സലാമിലെ നമ്മൾ പരിപാടി തുടങ്ങി ഇത്ര സമയമായിട്ടും അവരോട് കെഞ്ചി പറഞ്ഞു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ വരൂ, ഒരു റിസൾട്ടും ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ ഈ സ്റ്റേജിൽ ഇരുന്നിട്ട് സരീം ഫൈസി ഇർഫാനെ ഒന്ന് ഫോൺ ചെയ്തു. അയാളാണ് മംഗലാപുരത്ത് നിന്ന് വെല്ലുവിളിച്ചത്, നന്ദിയിലേക്ക് എന്താ സരായിക്ക് വരാൻ പേടിയെന്ന് വെച്ചു. ഒരു റെസ്പോൺസില്ല, അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് തോന്നുന്നത്. അതിനുശേഷം അവരുടെ ക്ലിപ്പിംഗ് വിദഗ്ധനായ മുസ്തഫ അഷ്റഫ് കക്കുപ്പടിയെ ഞാനിപ്പോ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. എന്റെ മൊബൈലിൽ റെക്കോർഡുണ്ട്. അപ്പോ ഞങ്ങൾ നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് നന്ദിയിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ എന്ന് കക്കുപ്പടിയോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇന്ന് നടക്കുന്ന മുഖാമുഖത്തിന് ഇപ്പൊ വിളിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഫൈസൽ പറഞ്ഞത് വളരെ നേരത്തെ തന്നെ അവരെ ഇവിടെ SKSF പ്രവർത്തകരെ ക്ഷണിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കക്കുപടി ദയവ് ചെയ്ത് നന്ദി ദാറുസ്സലാമിലേക്ക് നിങ്ങൾ കുട്ടികളെ ഒന്ന് വിളിച്ചിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക, കുട്ടികളെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞയക്കി എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് നന്ദി ദാറുസ്സലാമിന്റെ കുട്ടികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടിയിലേക്ക്